ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സാർഗോ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വർത്തമാനകാലത്തെക്കുറിച്ചിട്ടാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സൂചിപ്പിക്കാൻ നമ്മൾ വർത്തമാനകാലമാണ് ഉപയോഗിക്കുന്നത്. വർത്തമാനകാലത്തിന് പ്രധാനമായിട്ടും 3 വിഭാഗങ്ങളാണുള്ളത്. ഫസ്റ്റ് വൺ സാമാന്യ വർത്തമാൻകാൽ, രണ്ടാമത്തേത് താത്കാലിക് വർത്തമാൻകാൽ, ഇതിന് മറ്റൊരു പേരുകൂടെ ഉണ്ട്, അപൂർണ വർത്തമാൻകാൽ. അപൂർണ വർത്തമാൻകാൽ എന്നുള്ള മറ്റൊരു പേര് കൂടെ അതിനുണ്ട്. പിന്നെ മൂന്നാമത്തേതായിട്ട് സന്ദിഗ്ധ വർത്തമാൻകാൽ. സന്ദിഗ്ധ വർത്തമാൻകാൽ. വർത്തമാനകാലത്തിന്റെ 3 വിഭാഗങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് വൺ സാമാന്യ വർത്തമാൻകാൽ, താത്കാലിക് വർത്തമാൻകാൽ ഓർ അപൂർണ വർത്തമാൻകാൽ, സന്ദിഗ്ധ വർത്തമാൻകാൽ എന്നിങ്ങനെ. അതിൽ സാമാന്യ വർത്തമാനകാല രൂപങ്ങൾ കിട്ടുന്നതിന് നമുക്ക് 4 നിയമങ്ങൾ എഴുതി നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് വണ്ണായിട്ട് സാമാന്യ വർത്തമാനകാൽ എന്ന് ഞാൻ എഴുതാണ്. സാമാന്യ വർത്തമാനകാൽ. ഇനി അതിൻ്റെ നിയമങ്ങളിൽ ഒന്നാമത്തേത് മേം കർത്താവായി വരുമ്പോൾ ക്രിയാധാതുവിനോട് കൂടി, ക്രിയാധാതു. അപ്പൊ ക്രിയാധാതു എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? അതിന് ഞാൻ എഴുതാണ് ചലന എന്ന് പറയുന്ന ഒരു ക്രിയ എഴുതി. പിന്നെ നാച്ന, ദേക്ന ഒക്കെ ക്രിയകളല്ലേ. ചലന എന്ന് പറഞ്ഞാൽ നടക്കുക, നാച്ന എന്ന് പറഞ്ഞാൽ നൃത്തം ചെയ്യുക, ദേക്ന എന്ന് പറഞ്ഞാൽ നോക്കുക. അപ്പോൾ ഇതൊക്കെ ക്രിയകളാണ്. ഈ ക്രിയകളില് ന എന്ന് പറയുന്ന ഈ ഒരു പാർട്ട് ഒഴിവാക്കിയാൽ ബാക്കി കിട്ടുന്നതാണ് ക്രിയയുടെ ധാതുരൂപം എന്ന് പറയുന്നത്. അപ്പോൾ ചൽന എന്ന് പറയുന്നതിൽ ന ഒഴിവാക്കിയാൽ ചൽ, നാച്ന എന്ന് പറയുന്നതിൽ ന ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നാച്ച്, ദേക്ന എന്നതിൽ ദേക്ക് എന്നിങ്ങനെ കിട്ടും. അപ്പോൾ ക്രിയയുടെ ധാതുരൂപം ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് മേം കർത്താവായി വരുമ്പോൾ ക്രിയാധാതുവിനോട് കൂടി നമ്മൾ എഴുതുന്ന സെന്റൻസ് പുല്ലിംഗമാണ് എങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടത് താഹും എന്നാണ്. മേം കർത്താവായി വരുമ്പോൾ ക്രിയാധാതുവിനോട് കൂടി പുല്ലിംഗത്തിൽ താഹും എന്നും നമ്മൾ എഴുതുന്ന സെന്റൻസ് സ്ത്രീലിംഗമാണ് എങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടത് തീഹും എന്നുമാണ്. നമുക്കൊരു എക്സാമ്പിൾ എഴുതി നോക്കാം. മേം ക്രിയാധാതു. നമുക്കിവിടെ ചലന എന്ന് പറയുന്ന ക്രിയയിൽ നിന്ന് ധാതുരൂപം എടുക്കാം. ചൽ എന്ന് പറയുന്ന ക്രിയാധാതുവിനെ എടുത്തെഴുതി നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന സെന്റൻസ് പുല്ലിംഗത്തിലാണ്. അപ്പൊ ചേർത്ത് കൊടുക്കേണ്ടത് താ ഹും എന്നാണ്. അപ്പം എങ്ങനെയാ പറയാ? മേം ചൽ താഹും എന്നായിട്ട് മാറും. ഇതിന്റെ സ്ത്രീലിംഗ രൂപം എങ്ങനെയാ എഴുതുക? മേം ചൽ എന്ന് പറയുന്ന ക്രിയാധാതുവിനെ എടുത്തു. സ്ത്രീലിംഗത്തിലാണ് നമുക്ക് സെന്റൻസ് കിട്ടേണ്ടത്. അപ്പോൾ അവിടെ ക്രിയാധാതുവിനോട് കൂടി ചേർത്ത് കൊടുക്കേണ്ടത് തീ ഹും എന്നാണ്. അപ്പോൾ എങ്ങനെയാ പറയാ? മേം ചൽ തീ ഹും എന്നായിട്ട് മാറി. ഇനി രണ്ടാമത്തെ നിയമം, തും കർത്താവായി വരുമ്പോൾ ക്രിയാധാതുവിനോട് കൂടി നമ്മൾ എഴുതുന്ന സെന്റൻസ് പുല്ലിംഗമാണ് എങ്കിൽ, പാറ്റേൺ ഒക്കെ ഒരുപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എഴുതുന്ന സെന്റൻസ് പുല്ലിംഗമാണ് എങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടത് തേഹോ എന്നാണ്. നമ്മൾ എഴുതുന്ന സെന്റൻസ് സ്ത്രീലിംഗമാണ് എങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടത് തീ ഹോ എന്നാണ്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ എഴുതി നോക്കാം. തും ക്രിയാധാതു ചൽ പുല്ലിംഗത്തിലാണ് നമ്മൾ സെന്റൻസ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ
എന്താ എഴുതുക? തേഹോ എന്ന് എഴുതുക. അപ്പോൾ ചേർത്ത് പറയുന്ന സമയത്ത് തും ചൽത്തേ ഹോ എന്നായിട്ട് മാറി. ഇതിന്റെ സ്ത്രീലിംഗ രൂപം എഴുതുമ്പോഴോ എങ്ങനെയാ പറയാ? തും ചൽ ക്രിയാധാതുവിനെ എടുത്തു. നമുക്ക് ഇവിടെ തേഹോ എന്നതിന് പകരമായിട്ട് നമ്മൾ എഴുതേണ്ടത് എന്തായിരിക്കും? തീഹോ എന്നായിരിക്കും. അപ്പം സെന്റൻസ് എങ്ങനെയാ വരാ? തും ചൽത്തി ഹോ എന്നായിട്ട് മാറും. തും ചൽത്തി ഹോ. ഇനി മൂന്നാമത്തെ നിയമം വഹ് യ. ഇതൊക്കെ ഏകവചനങ്ങളാണ്. ഇങ്ങനെയുള്ള ഏകവചനങ്ങൾ വരുന്ന സമയത്ത് ക്രിയാധാതുവിനോട് കൂടിയിട്ട് നമ്മൾ എഴുതുന്ന സെന്റൻസ് പുല്ലിംഗമാണ് എങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് താഹേ എന്നും, നമ്മൾ എഴുതുന്ന സെന്റൻസ് സ്ത്രീലിംഗമാണ് എങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടത് തീഹേ എന്നുമാണ്. അപ്പോൾ ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് ഒരെണ്ണം വഹു വെച്ചിട്ടും ഒരെണ്ണം യഹു വെച്ചിട്ടും എഴുതി നോക്കാം. വ പ്ലസ് ക്രിയാധാതു ഏതാ വരിക? ക്രിയാധാതു ഏതാ വരിക? വ. ചൽ പുല്ലിംഗത്തിൽ ചേർത്ത് കൊടുക്കേണ്ടത് താഹേ എന്നാണ്. അപ്പം വ ചൽത്താഹേ എന്നായിട്ട് മാറി. ഇനി നമുക്ക് അടുത്തത് യഹ് വെച്ചിട്ട് എഴുതി നോക്കാം. യ ക്രിയാധാതു ഏതാ വരിക? ചൽ പ്ലസ് ഇവിടെ ചേർക്കേണ്ടത് സ്ത്രീലിംഗത്തില് തീഹേ എന്നാണ്. അപ്പോ യ ചൽത്തി ഹേ എന്നായിട്ട് മാറി. വ ചൽത്താ ഹേ, യ ചൽത്തി ഹേ. ഇനി ഇത് തന്നെ എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഈ നാച്ച് വെച്ചിട്ട് എഴുതാം, ദേക്ക് വെച്ചിട്ട് എഴുതാം. നാച്ച് വെച്ചിട്ടാണെങ്കിൽ എങ്ങനെയാ വരിക? മേം നാച്താ ഹോം, മേ നാച്തി ഹോം, തും നാച്തേ ഹോ, തും നാച്തി ഹോ, വ നാച്താ ഹേ, യ നാച്തി ഹേ. അതേപോലെ ദേക്ക് വെച്ചിട്ട് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഇനി നാലാമത്തെ നിയമം എന്ന് പറയുന്നത് വേ യേ തുടങ്ങിയ ബഹുവചനങ്ങൾ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഏകവചനങ്ങളാണ്. ഇവിടെ നിന്ന് സമയത്ത് ഇത് ബഹുവചനങ്ങളാണ്. ബഹുവചനങ്ങളാണ് കർത്താക്കളായിട്ട് വരുന്നത് എങ്കിൽ ക്രിയാധാതുവിനോട് കൂടി നമ്മൾ എഴുതുന്ന സെന്റൻസ് പുല്ലിംഗമാണ് എങ്കിൽ ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത് തേ ഹൈം എന്നും, നമ്മൾ എഴുതുന്ന സെന്റൻസ് സ്ത്രീലിംഗമാണ് എങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടത് തീ ഹൈം എന്നുമാണ്. ഇവിടെ കുത്തുവാണ്. എക്സാമ്പിൾ നമുക്ക് എഴുതി നോക്കാം. വേ ചൽ തേ ഹൈം. ഇവിടെ കർത്താവ് എഴുതി, ക്രിയയുടെ ധാതുരൂപം എഴുതി. ധാതുരൂപത്തിനോടൊപ്പം പുല്ലിംഗമാണെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടത് തേഹായം എന്നാണ്. അപ്പോൾ ചേർത്ത് പറയുന്ന സമയത്ത് വേ ചൽ തേഹായം എന്നായിട്ട് മാറി. ഇനി യേ വെച്ചിട്ട് എഴുതി നോക്കാം. യേ ക്രിയാധാതു ചൽ, സ്ത്രീലിംഗത്തിൽ നമുക്കിവിടെ ചേർത്ത് കൊടുക്കേണ്ടത് തീ ഹായം. ചേർത്ത് പറയുന്ന സമയത്ത് എങ്ങനെയാ പറയാ? യേ ചൽത്തി ഹായം. ഇത്രയാണ് സാമാന്യ വർത്തമാനകാല രൂപം. ഒന്നുകൂടെ പറയാണ്. മേം ആണ് കർത്താവായിട്ട് വരുന്നത് എങ്കിൽ ക്രിയാധാതുവിനോടുകൂടി പുല്ലിംഗത്തിൽ താഹും എന്നും സ്ത്രീലിംഗത്തിൽ തീഹും എന്നും ചേർത്ത് കൊടുത്താൽ മതി. തുമ്മാണെങ്കിലോ? തുമ്മാണെങ്കിൽ ക്രിയാധാതുവിനോടുകൂടി പുല്ലിംഗത്തിൽ തേഹോ എന്നും സ്ത്രീലിംഗത്തിൽ തീഹോ എന്നും ചേർക്കുക. വ യ തുടങ്ങിയ ഏകവചനങ്ങളാണ് കർത്താക്കളായിട്ട് വരുന്നത് എങ്കിൽ ക്രിയാധാതുവിനോടുകൂടി പുല്ലിംഗത്തിൽ താഹേ എന്നും സ്ത്രീലിംഗത്തിൽ തീഹേ എന്നും ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഇതിന്റെ ബഹുവചന രൂപങ്ങളാണ് വരുന്നത് എങ്കിൽ ബഹുവചനങ്ങളെല്ലാം ഹം ഒക്കെ ഇതിൽ വരും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ബഹുവചന രൂപങ്ങളൊക്കെ വരുന്ന സമയത്ത് ക്രിയാധാതുവിനോടുകൂടി പുല്ലിംഗത്തിൽ തേഹായമെന്നും സ്ത്രീലിംഗത്തിൽ തീഹായമെന്നും ചേർത്തിട്ടുണ്ടെങ്കിൽ സാമാന്യ വർത്തമാനകാല രൂപം നമുക്ക് കിട്ടുന്നതാണ്.
ഇതിൽ രണ്ടാമത്തേതായിട്ട് വരുന്നത് താത്കാലിക് വർത്തമാൻ കാൽ. और अपूर्ण वर्तमान काल. അപൂർണ വർത്തമാനകാൽ. ഇതിൻ്റെയും നിയമങ്ങൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ പറയുക. ഇവിടെ മാത്രമാണ് അതിന് വ്യത്യാസം വരുന്നുണ്ടാവുക. ഈ ഒരു പാർട്ടാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മെയിൻ ആണ് കർത്താവായി വരുന്നത് എങ്കിൽ ക്രിയാധാതുവിനോട് കൂടി, ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റൂ കേട്ടോ. നമ്മൾ എഴുതുന്ന സെന്റൻസ് പുല്ലിംഗമാണ് എങ്കിൽ ഇവിടെ നമ്മൾ സാമാന്യത്തിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് താഹും അതേപോലെ തന്നെ തീഹുമാണ്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് അത് രഹാഹും എന്നും സ്ത്രീലിംഗത്തില് രഹീഹും എന്നുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോഴങ്ങനെ അത് വരിക? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു നോക്കുക. മേം ക്രിയാധാതു ചൽ പുല്ലിംഗത്തിലാണെങ്കിൽ രഹ ഹും. അപ്പം മേം ചൽ രഹാഹും. ഇതിൻ്റെ സ്ത്രീലിംഗമാണ് നമ്മൾ പറയുന്നത് എങ്കിൽ എങ്ങനെയാ പറയാ? മേം ചൽ രഹി ഹും. ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത് രഹി എന്നല്ലേ, ഇവിടെ രഹി ഹും എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ മേം ചൽ രഹി ഹും എന്നെഴുതാം. ഇതിൻ്റെ അർത്ഥങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇവിടെ മെയിൻ ചൽത്താഹും, ഞാൻ നടക്കുന്നു. അത് താത്കാലികത്തിനോട് വരുന്ന സമയത്ത് മെയിൻ ചൽ രഹാഹും, ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു. നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടില്ല. അതുകൊണ്ടാണ് ഇതിന് അപൂർണ വർത്തമാനകാലം പറയുന്നത്. എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതവിടെ പൂർത്തിയായിട്ടില്ല എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ നിയമം, ത്വം കർത്താവായി വരുമ്പോൾ ക്രിയാധാതുവിനോട് കൂടി നമ്മൾ എഴുതുന്ന സെന്റൻസ് പുല്ലിംഗമാണ് എങ്കിൽ രഹേഹോ എന്നും, നമ്മൾ എഴുതുന്ന സെന്റൻസ് സ്ത്രീലിംഗമാണ് എങ്കിൽ രഹീഹോ എന്നുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എക്സാമ്പിൾ എഴുതുന്ന സമയത്ത് തും ക്രിയാധാതു ചൽ പുല്ലിംഗത്തിലാണ് സെന്റൻസ് എഴുതേണ്ടത്. അപ്പോൾ രഹേ ഹോ. ചേർത്ത് പറയുന്ന സമയത്ത് തും ചൽ രഹേ ഹോ. സ്ത്രീലിംഗത്തിലോ തും ക്രിയാധാതു ചേർക്കേണ്ടത് രഹി ഹോ എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാ ചേർത്ത് പറയാ? തും ചൽ രഹി ഹോ. ഇവിടെ വന്നിട്ടുള്ളത് തും ചൽത്തേ ഹോ, തും ചൽത്തി ഹോ, തും ചൽ രഹേ ഹോ, തും ചൽ രഹി ഹോ. ഇനി അടുത്തത് മൂന്നാമത്തേത് ഇതേപോലെ തന്നെ വ യ തുടങ്ങിയ ഏകവചനങ്ങളാണ് കർത്താക്കളായി വരുന്നത് എങ്കിൽ ക്രിയാധാതുവിനോട് കൂടി പുല്ലിംഗത്തിൽ, ഇവിടെ നമ്മൾ മേ ആണെങ്കിൽ രഹാഹും തുമാണെങ്കിൽ രഹേഹോ, ഇവിടെ വരുന്ന സമയത്ത് രഹാഹേ എന്നും, നമ്മൾ രണ്ടാമത്തേതായിട്ട് വരുന്നത് സ്ത്രീലിംഗത്തിൽ ചേർത്ത് കൊടുക്കേണ്ടത് രഹീഹേ എന്നുമാണ്. എക്സാമ്പിള് വ ക്രിയാധാതു ചൽ, ഇവിടെ പുല്ലിംഗമാണെങ്കിൽ രഹാഹേ.
അപ്പോൾ എങ്ങനെ പറയാ? വ ചൽ രഹാ ഹേ. സ്ത്രീലിംഗത്തിൽ പറയുന്ന സമയത്ത് യഹ് വെച്ച് പറഞ്ഞു നോക്കാം. യ ചൽ രഹി, ഇവിടെ ചേർക്കേണ്ടത് രഹി ഹേ എന്ന് ചേർക്കാം. അപ്പോൾ യ ചൽ രഹി ഹേ എന്നായിട്ട് മാറി. ഇനി അടുത്തത് നാലാമത്തേത് വേ, യേ തുടങ്ങിയ ബഹുവചനങ്ങളാണ് കർത്താക്കളായിട്ട് വരുന്നത് എങ്കിൽ ക്രിയാധാതുവിനോട് കൂടി നമ്മൾ എഴുതുന്ന സെന്റൻസ് പുല്ലിംഗമാണ് എങ്കിൽ രഹേ ഹൈം എന്നും, നമ്മൾ എഴുതുന്ന സെന്റൻസ് സ്ത്രീലിംഗമാണ് എങ്കിൽ രഹി ഹൈം എന്നും ചേർത്ത് കൊടുക്കാം. അപ്പം എങ്ങനെയാ വരുന്നത്? വേ ക്രിയാധാതു ചൽ, ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത് രഹേ ഹൈം. അപ്പം ചേർത്ത് പറയുന്ന സമയത്ത് വേ ചൽ രഹേ ഹൈം. അതിൽ സ്ത്രീലിംഗം പറയുന്ന സമയത്ത് വേ അല്ലെങ്കിൽ യേ ചൽ രഹി ഹൈം എന്ന് കിട്ടും. ഇത്രയാണ് താത്കാലിക വർത്തമാനകാല രൂപമുള്ളത്. ഒന്നുകൂടെ പറയാണ്, വർത്തമാനകാലത്തില് 3 വിഭാഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. സാമാന്യ വർത്തമാനകാൽ, താത്കാലിക വർത്തമാനകാൽ और അപൂർണ വർത്തമാനകാൽ, സന്ദിഗ്ധ വർത്തമാനകാൽ. അതിൽ സാമാന്യ വർത്തമാനകാല രൂപങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള നിയമങ്ങൾ എന്ന് പറയുന്നത് മേം കർത്താവായി വരുമ്പോൾ ക്രിയാധാതുവിനോടുകൂടി പുല്ലിംഗത്തിൽ താഹും എന്നും സ്ത്രീലിംഗത്തിൽ തീഹും എന്നും ചേർത്ത് കൊടുക്കുക. മേം ചൽത്താഹും, മേം ചൽത്തീഹും എക്സാമ്പിൾസ് ആണ്. തും കർത്താവായി വരുമ്പോൾ ക്രിയാധാതുവിനോടുകൂടി പുല്ലിംഗത്തിൽ തേഹോ എന്നും സ്ത്രീലിംഗത്തിൽ തീഹോ എന്നും ചേർത്ത് കൊടുക്കുക. അപ്പോഴോ എന്താ എങ്ങനെയാ വരുന്നത്? തും ചൽത്തേഹോ, തും ചൽത്തീഹോ. വ യ തുടങ്ങിയ ഏകവചനങ്ങളാണ് കർത്താക്കളായിട്ട് വരുന്നത് എങ്കിൽ ക്രിയാധാതുവിനോടുകൂടി പുല്ലിംഗത്തിൽ താഹേ എന്നും സ്ത്രീലിംഗത്തിൽ തീഹേ എന്നും ചേർക്കുക. വ ചൽത്താഹേ, യ ചൽത്തീഹേ. വേ യേ തുടങ്ങിയ ബഹുവചനങ്ങളാണ് കർത്താക്കളായിട്ട് വരുന്നത് എങ്കിൽ ക്രിയാധാതുവിനോടുകൂടി പുല്ലിംഗത്തിൽ തേഹയം എന്നും സ്ത്രീലിംഗത്തിൽ തീഹയം എന്നും ചേർത്ത് കൊടുക്കുക. വേ ചൽത്തേഹയം, യേ ചൽത്തീഹയം. ഇതേപോലെ തന്നെ ആയിട്ട് ആ നിയമങ്ങൾ പറയാം താത്കാലിക വർത്തമാനകാല രൂപത്തിൽ എങ്ങനെയാണെന്നുള്ളത്. മേമാണ് കർത്താവായിട്ട് വരുന്നത് എങ്കിൽ ക്രിയാധാതുവിനോടുകൂടി പുല്ലിംഗത്തിൽ രഹാഹും ഇവിടെ സ്ത്രീലിംഗത്തിൽ രഹീഹും എന്നും ചേർക്കുക. തും ആണെങ്കിൽ ക്രിയാധാതുവിനോടുകൂടി പുല്ലിംഗത്തിൽ രഹേഹോ എന്നും സ്ത്രീലിംഗത്തിൽ രഹീഹോ എന്നും. വയ തുടങ്ങിയ ഏകവചനങ്ങളാണെങ്കിൽ ക്രിയാധാതുവിനോടുകൂടി പുല്ലിംഗത്തിൽ രഹാഹേ എന്നും സ്ത്രീലിംഗത്തിൽ രഹീഹേ എന്നും ചേർത്ത് കൊടുക്കുക. പിന്നെ വേ യേ തുടങ്ങിയ ബഹുവചനങ്ങളാണ് കർത്താക്കളായി വരുന്നത് എങ്കിൽ പുല്ലിംഗത്തിൽ രഹേഹായം എന്നും സ്ത്രീലിംഗത്തിൽ രഹീഹായം എന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ താത്കാലിക വർത്തമാനകാല രൂപം കിട്ടും. അപ്പോൾ ഞാൻ ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ മേം ചൽത്താഹു എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഞാൻ നടക്കുന്നു. ഇവിടെ താത്കാലികത്തിലോട് പോകുന്ന സമയത്ത് മേം ചൽ രഹാഹും എന്നായിട്ട് മാറും. അപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഇനി സന്ദിഗ്ധ വർത്തമാനകാലം മറ്റൊരു ക്ലാസ്സിൽ പറയാം. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.